കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന CAG റിപ്പോർട്ട് തള്ളി ആരോഗ്യവകുപ്പും രംഗത്ത് വന്നിരിക്കുകയാണ്. 2 തവണ കോവിഡ് രോഗം വ്യാപിച്ചപ്പോഴും ഫലപ്രദമായാണ് കേരളം നേരിട്ടത്. വെന്റിലേറ്റർ സഹായം ലഭിക്കാതെ കേരളത്തിൽ ആരുടെയും ജീവൻ നഷ്ടമായിട്ടില്ല എന്നും കോവിഡ് കാലത്ത് ആരും ശ്വാസം മുട്ടി മരിച്ചിട്ടില്ലെന്നും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി വീണ ജോർജ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പുഴകളിലൂടെ ആരുടെയും മൃതദേഹങ്ങൾ ഒഴുകി നടന്നിട്ടില്ല. PPE കിറ്റ് ഇട്ടായിരുന്നു അന്ന് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. കോവിഡ് കാലത്ത് വിദേശത്തു നിന്ന് പോലും ആളുകൾ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിൽ 9% മാത്രമാണ് കേന്ദ്ര സഹായമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം മഹാമാരി പോലുള്ള വലിയ പ്രകൃതി ദുരന്ത മുഖങ്ങളിൽ ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും വ്യക്തമാക്കി. പെർഫോമൻസ് ഓഡിറ്റ് മുഴുവൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറ്റം പറയാനാണ് നീക്കിവെച്ചിരിക്കുന്നത്. കുറ്റം പറഞ്ഞോളൂ, പക്ഷേ മറ്റുള്ളവരുമായും താരതമ്യപ്പെടുത്തണ്ടേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട്, പക്ഷേ UDFന്റെ കാലത്തെ അപേക്ഷിച്ച് ഇത്ര വലിയ പുരോഗതിയാണ് ഉണ്ടായതെന്ന് പറയണ്ടേ എന്നും തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. കുറച്ചു ദിവസമായി PPE കിറ്റ് സംബന്ധിച്ച CAG റിപ്പോർട്ട് മാധ്യമങ്ങളിലും നിയമസഭയിലും കറങ്ങാൻ തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാത്രമല്ല ധനമന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ് ഈ വെട്ടിപ്പ് നടന്നതെന്നാണ് മനോരമയുടെ കണ്ടുപിടുത്തം. വലിയ അന്വേഷണമൊന്നും വേണ്ട, ധനമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് സാധാരണഗതിയിലുള്ള ടെൻഡർ നടപടിക്രമങ്ങൾ മറികടന്ന് PPE കിറ്റുകൾ വാങ്ങുന്നതിന് അനുമതി നൽകിയത്. മഹാമാരി പോലുള്ള വലിയ പ്രകൃതി ദുരന്ത മുഖങ്ങളിൽ ഇനിയും ഇങ്ങനെ വേണ്ടിവരും. എന്തായിരുന്നു അന്നത്തെ സ്ഥിതിവിശേഷം? കോവിഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ രോഗബാധ കണ്ടെത്തിയത് 2020 ജനുവരി 30 കേരളത്തിലാണ്. നിപ്പയുടെ അനുഭവമുള്ളതിനാൽ അന്നു മുതൽ കേരളം അതീവ ജാഗ്രതയിലായി. മാർച്ച് മാസം ആയപ്പോഴേക്കും ലോകാരോഗ്യ സംഘടന കോവിഡിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചു. മാർച്ച് 24 രാജ്യമാസകലം ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ ആവട്ടെ എല്ലാ സംസ്ഥാന സർക്കാരുകളും PPE കിറ്റുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് അത്യാവശ്യ സാമഗ്രികൾ തുടങ്ങിയവ അടിയന്തരമായി വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന് സർക്കുലർ ഇറക്കി. ഇത്തരത്തിലൊരു ശേഖരണം ഉണ്ടാക്കുന്നതിൽ ഓരോ തവണയും ധനവകുപ്പിൽ വരേണ്ടതില്ലെന്നും ഇതിനായി രൂപീകരിച്ച എമർജൻസി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ലഭ്യമായ ഇടങ്ങളിൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങുന്നതിന് അനുവാദവും നൽകി. ഇത്തരത്തിൽ ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് എന്തായിരുന്നു നേട്ടമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഡോക്ടർ KP അരവിന്ദൻ അക്കാലത്തു തന്നെ നടത്തിയ ഒരു നിരീക്ഷണം ഓർക്കുന്നത് നല്ലത്. ആദ്യ കോവിഡ് തരംഗങ്ങളിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും മരണനിരക്ക് ഉയർന്നതായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം രോഗികളുമായി ഇടപഴകുന്ന ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും സംരക്ഷണം നൽകാൻ വേണ്ടത്ര PPE കിറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. മഹാമാരി തുടങ്ങിയ ശേഷം ലോകമെമ്പാടും PPE കിറ്റുകൾക്ക് ദൗർലഭ്യമുണ്ടായി. കൂടുതൽ വില നൽകേണ്ടി വന്നെങ്കിലും കേരളം ഇതിനെ മറികടന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ 196 ഡോക്ടർമാർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകളും ലഭ്യമാണ്. കേരളത്തിൽ ഒരു ഡോക്ടർ പോലും കോവിഡ് മൂലം മരണപ്പെട്ടിരുന്നില്ല. ഏറ്റവും അധികം തമിഴ്നാട്ടിൽ, പിന്നെ ഗുജറാത്തും മഹാരാഷ്ട്രയും, പിന്നെ ബീഹാർ, ബംഗാൾ, കർണാടക എന്നിങ്ങനെ. കോവിഡ് 2ാം തരംഗത്തിൽ PPE കിറ്റ് മാത്രമല്ല, ആശുപത്രി കിടക്കുകളും ഓക്സിജൻ സിലിണ്ടറുകളും ഇല്ലാതെ ലക്ഷങ്ങളല്ലേ ഇന്ത്യയിൽ മരിച്ചത്. ഇപ്പോൾ മൊത്തം കണക്കുകൾ ലഭ്യമാണ്. 1600 ഡോക്ടർ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ മരണമടഞ്ഞു. കേരളത്തിലെ മരണം 7 മാത്രം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ ഏതാണ്ട് 50 ലക്ഷമാണ്. ലോകത്തുണ്ടായ അധിക മരണത്തിൽ 1/3 ഇന്ത്യയിലായിരുന്നു. തിരഞ്ഞെടുപ്പും മറ്റും സമരങ്ങളുമെല്ലാം മൂലം വ്യാപനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായിട്ടും കേരളത്തിലാണ് മരണനിരക്ക് ഏറ്റവും കുറവ്. ഇന്ത്യയിൽ പൊതുവിൽ അധിക മരണം ഔദ്യോഗിക കണക്കിന്റെ 10 ഇരട്ടിയാണെങ്കിൽ കേരളത്തിൽ അത് 0.6 മടങ്ങ് മാത്രമാണ്. ഇത് കേരളത്തിന്റെ വലിയ നേട്ടമാണ്. ഇതിന്റെ അടിസ്ഥാനം മഹാമാരിയെ നേരിടാൻ കേരളം സ്വീകരിച്ച മുൻകരുതലുകളും ജാഗ്രതയുമാണ്. ഇതിനെ അപകീർത്തിപ്പെടുത്താൻ CAG റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? കോവിഡിന് മുൻപ് കേരള സർക്കാർ PPE കിറ്റിന് 545 രൂപയാണ് നിശ്ചയിച്ചതത്രേ. ഈ വിലയേക്കാൾ ഉയർന്ന് 800 രൂപ മുതൽ 1550 രൂപ വരെയുള്ള നിരക്കിൽ 2.56 ലക്ഷം കിറ്റുകൾ വാങ്ങിയത്രേ. ഇതുമൂലം സർക്കാരിന് 10.23 കോടി രൂപയുടെ നഷ്ടമുണ്ടായത്രേ. ഇത് വലിയ അഴിമതിയായിട്ടാണ് പ്രതിപക്ഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CAG കോവിഡിന് മുൻപുള്ള മാർക്കറ്റ് വിലയല്ല, കോവിഡ് കാലത്തെ മാർക്കറ്റ് വിലയല്ലേ താരതമ്യത്തിന് ഉപയോഗിക്കേണ്ടത്? ഇത്തരം കണക്കുകൾ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള അടവുകളാണ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ CAGയും പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുക
കോവിഡ് കാലത്ത് ഏതാണ്ട് ഒരേ സമയത്ത് 800 മുതൽ 1550 വരെ പല വിലകൾ എങ്ങനെ കൊടുത്തുവെന്നതാണ്. PPE കിറ്റുകളെല്ലാം ഒരേ തരത്തിലുള്ളതാണോ? ഒരേ ഇനം PPE കിറ്റുകളാണ് വാങ്ങിയതെന്നതിന് CAG എന്തെങ്കിലും തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ? അപ്പോഴാണ് അടുത്ത വാദം. താഴ്ന്ന വില കോട്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് കൊടുത്ത ഓർഡർ മുഴുവൻ വാങ്ങാതെ കൂടിയ വിലയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്നും വാങ്ങിയത്രേ. എന്താണ് യാഥാർത്ഥ്യം? ഇങ്ങനെ താരതമ്യേന താഴ്ന്ന വിലയ്ക്ക് കോട്ട് ചെയ്ത കമ്പനികൾക്ക് വലിയ ഓർഡറും നൽകി. എന്നാൽ അതിന്റെ പകുതി പോലും സപ്ലൈ ചെയ്യാൻ അവർ തയ്യാറായില്ല. ചട്ടപ്രകാരം അവരുടെ ഓർഡർ റദ്ദാക്കി. പുതിയ ടെൻഡർ വിളിച്ച് PPE കിറ്റുകൾ വാങ്ങണമെന്നായിരുന്നത്രേ. PPE കിറ്റ് ആവശ്യത്തിന് ലഭ്യമല്ലാതിരുന്ന അവസ്ഥയിൽ പരമാവധി വില കുറഞ്ഞിടത്തു നിന്നും വാങ്ങുക, വേണ്ടി വന്നാൽ കൂടുതൽ വില നൽകി മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പുവരുത്തുക എന്നൊരു നയമാണ് സർക്കാർ കൈക്കൊണ്ടത്. കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ അടിയന്തര നടപടികളിലൂടെ കിറ്റും മരുന്നും ഓക്സിജൻ സിലിണ്ടറും ഒന്നും ശേഖരിച്ചു വെക്കാതെ പതിനായിരങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു BJP കോൺഗ്രസ് സംസ്ഥാനങ്ങളുടെ നിരുത്തരവാദപരമായ സമീപനത്തെ തുറന്നു കാണിക്കുകയാണ് CAG ചെയ്യേണ്ടത്. കേരളത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പക്ഷേ കേരളത്തിനെതിരെ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന CAGയിൽ നിന്ന് ഇതിനപ്പുറം എന്ത് പ്രതീക്ഷിക്കാൻ? പെർഫോമൻസ് ഓഡിറ്റ് മുഴുവൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറ്റം പറയാനാണ് നീക്കിവെച്ചിരിക്കുന്നത്. കുറ്റം പറഞ്ഞോളൂ, പക്ഷേ മറ്റുള്ളവരുമായും താരതമ്യപ്പെടുത്തേണ്ടേ? ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട്. പക്ഷേ UDFന്റെ കാലത്തെ അപേക്ഷിച്ച് ഇത്ര വലിയ പുരോഗതിയാണ് ഉണ്ടായതെന്ന് പറയണ്ടേ? എനിക്ക് ഓർമ്മ വരുന്നത് പ്രതിപക്ഷവുമായി ചേർന്ന് CAG നടത്തിയ കിഫ്ബി അട്ടിമറിയാണ്. ഇനിയിപ്പോൾ സർവത്ര അംഗീകാരം നടത്തിയ ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്തലാണ് കേന്ദ്ര സർക്കാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്.